ടോപ്പിക്കാണ് നെക്സ്റ്റ് ചാപ്റ്റർ ഹെഡിങ് ആണ് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയാൽ മതി, വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. യു വി റേ ഞാൻ നേരത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എടുത്ത് പറഞ്ഞതാണ്. യു വി റേ സർട്ടൻ മെറ്റൽ സർഫസിൽ പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ്. ഫോട്ടോ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്നും ഇജക്റ്റ് ചെയ്യും. ആ ഫിനോമിനാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഐൻസ്റ്റൈൻസ് എക്സ്പെരിമെന്റൽ സ്റ്റഡി ടു ഡിറ്റർമിൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ച് കൂടുതൽ പഠിച്ചത് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഡിസ്ചാർജ് ട്യൂബ് ടി എന്ന് പറയുന്ന ഒരു ഡിസ്ചാർജ് ട്യൂബാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ചാർജ് ട്യൂബ് ടി പ്രൊവൈഡഡ് വിത്ത് എ വിൻഡോ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞ വിൻഡോ ആണ്, ത്രൂ വിച്ച് ലൈറ്റ് ക്യാൻ എൻ്റർ. C is a cylinder with a fine hole. ആ സിലിണ്ടറിനകത്ത് ചെറിയൊരു ഹോള് ഉണ്ട്. മാത്രമല്ല സിലിണ്ടർ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. A is a metal plate. A ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്, which is connected to the negative terminal of the battery. ഇത് A കണക്ട് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി through a rheostat and a galvanometer. ഒരു റിയോസ്റ്റാറ്റും ഒരു ഗാൽവനോമീറ്ററും ഇതുപോലെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഐൻസ്റ്റൈൻസ് ടു സ്റ്റഡി എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഐൻസ്റ്റൈൻ കൺസിസ്റ്റ് ഓഫ് apparatus കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ചാർജ് ട്യൂബ്. ഒരു ഡിസ്ചാർജ് ട്യൂബ് പ്രൊവൈഡഡ് വിത്ത് എ വിൻഡോ ഡബ്ല്യു. C is a cylinder with a fine hole and which is connected to the positive terminal of the battery. A is a metal plate which is connected to negative terminal of the battery through a rheostat and a galvanometer. ഇനി എക്സ്പെരിമെന്റ്. ലൈറ്റ് നേരെ വിൻഡോയിലൂടെ വന്നിട്ട് നമ്മുടെ ഈ സിലിണ്ടറിലൂടെ കടന്നിട്ട്, ഇപ്പൊ സിലിണ്ടറിൽ ഫൈൻ ഹോളാണ്, അപ്പൊ ലൈറ്റിനെ കോളിമേറ്റ് ചെയ്യും, പോയിന്റ് ഔട്ട് ചെയ്യും. ഒരു പെൻസിൽ പോലെ ഇതിനെ നന്നായിട്ട് കോളിമേറ്റ് ചെയ്യും. ഈ കോളിമേറ്റഡ് ബീം നേരെ വന്നിട്ട് എ എന്ന് പറഞ്ഞ മെറ്റൽ പ്ലേറ്റിൽ പതിക്കും. എ എന്ന് പറഞ്ഞ മെറ്റൽ പ്ലേറ്റിൽ പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം എ. ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ഈ ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുമ്പോൾ ഈ ഡയഗ്രത്തിൽ മനസ്സിലാവും, സി ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. സി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്, എ നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സിക്ക് പോസിറ്റീവ് ടെർമിനലാണ്, എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ നേരെ സിലിണ്ടറിന് അടുത്തേക്ക് മൂവ് ചെയ്യും. സോ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും there is a current which is indicated by the galvanometer. എന്നൂടി പറയാം. Light is allowed to incidence through the window through the cylinder and then allowed to incident on the metal plate A. Photo electrons are ejected from A which moves towards positively charged cylinder. Flow of electron indicated by a current, a small current, ചെറിയ കറണ്ട് ആയിരിക്കും, a small current which is indicated by the galvanometer. ഇപ്പൊ നമുക്ക് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് കൂടുതൽ നമുക്ക് പൊട്ടൻഷ്യലിൽ വ്യത്യാസം വരുത്താം. ഇപ്പൊ കറണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം യൂസിങ് ദി റിയോസ്റ്റാറ്റ്. ഇനി നമ്മൾ എക്സ്പെരിമെന്റൽ സ്റ്റഡി മൂലം നമ്മൾ കുറച്ച് നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ലോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയും. ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. ഒരു 5 ലോ നമുക്ക്
ഇതൊന്നും ഈ എക്സ്പെരിമെന്റ് നമുക്ക് കിട്ടി. അതിൽ ഒന്നാമത്തെ ലോ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. ഒന്നാമത്തെ ലോ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ, എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോണിന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദി എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ, എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്സ്. ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, there should be a minimum frequency below which photoelectric emission will not occur. There should be a minimum frequency നമ്മളതിനെ ന്യൂ സീറോ എന്ന് പറയും. that is called threshold frequency എന്ന് പറയും. there should be a minimum frequency below which photoelectric emission will not occur, and that minimum frequency is called threshold frequency. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സംഭവിക്കണമെങ്കിൽ ആ ഇൻസിഡന്റ് ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസിയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. there should be a minimum frequency below which photoelectric emission will not occur. Next, അടുത്ത പോയിന്റ്, for a given wavelength strength of photoelectric current is directly proportional to intensity of light. For a given wavelength, ഒരു പ്രത്യേക വേവ് ലെങ്ത്തിന് the strength of photoelectric current strength, it is directly proportional to intensity of light. ഇനി അടുത്തൊരു പോയിന്റ് കുറച്ചും കൂടി, ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഫിനോമിന. Photoelectric emission, it is an instantaneous phenomena. That means there is a ഇൻസ്റ്റന്റേനിയസ് വാക്കിന് അർത്ഥം അറിയാം, വളരെ പെട്ടെന്ന് സംഭവിക്കും. അതായത് ലൈറ്റ് ഒന്ന് പതിച്ച ഉടനെ തന്നെ ഫോട്ടോ ഇലക്ട്രോൺ എമിഷൻ ഉണ്ടാവും. സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഫിനോമിന. പ്രാക്ടിക്കലി there is no time lag between incident of light and emission of photoelectrons. Last point, the emitted kinetic energy equal to half mv square ആണ് equal to h nu plus h nu 0 or half m v square equal to h into h nu minus nu 0. ഈ h nu എന്നുള്ള പ്ലാങ്ക്സ് ലോ അനുസരിച്ച് h nu ആണ്, അതിന് ഈ h nu 0 അത്രയും കുറവായിരിക്കും ഉണ്ടാവുക. h into nu minus nu 0. ഇതാണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. maximum kinetic energy of the photoelectron, maximum kinetic energy maximum വേണമെങ്കിൽ കൊടുക്കാം. maximum kinetic energy ഇക്വേഷൻ ആണ് ഹാഫ് എം ബി സ്ക്വയർ ബി മാക്സിമം എന്ന് കൊടുക്കാം വേണമെങ്കിൽ, ഈക്വൽ ടു h into nu minus nu 0. ഇതൊന്ന് നോട്ട് ചെയ്യാം, ഡയഗ്രാം വരയ്ക്കാം, എഴുതിക്കോ. Einstein's experimental study to study photoelectric effects. Einstein used the following experimental arrangements. It consists of a discharge tube T, with a glass window W through which light can enter.
C is a cylinder with a fine hole, and A is a metal plate. A is a metal plate. C is connected to positive terminal of the battery, and A is connected to negative terminal of the battery through a galvanometer and a rheostat. Light is allowed to incident through the window and is allowed to pass through the cylinder with a fine hole and is allowed to incident on the metal plates A, comma. Photoelectrons are ejected from A. Which moves towards positively charged cylinder, which moves towards the positively charged cylinder C, and the flow of electron indicates a small current which is shown by the galvanometer. By varying the rheostats, experiment can be repeated. Laws of photoelectric emission. Next subheading, laws of photoelectric emission. First law. Energy distribution of photoelectrons. Energy distribution of photoelectrons is independent of intensity of light. Second point, for a given metal, photoelectrons are not emitted if the frequency is below a minimum value, and this minimum value is called threshold frequency, bracket nu zero. Third point, for a given wavelength, strength of photoelectric current is directly proportional to intensity of incident light. Next point, photoelectric emission is an instantaneous phenomena. Practically, there is no time lag between incident of light and emission of photoelectrons. As pointed, the maximum kinetic energy of photoelectrons emitted from a given metal is found to depend on frequency of incident radiation and is given by the relation kinetic energy maximum equal to h into nu minus h nu zero. Half mv square equal to h into nu minus nu zero. ഇത് മതി. ഇനി ഒന്ന് രണ്ട്
ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ഗ്രാഫുകൾ വരയ്ക്കുക. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡ്രോ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. പേജ് നമ്പർ 390. ഈ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഫോട്ടോ കറണ്ട് വിത്ത് collector plate potential for different intensity of incident radiation. Page number 391. The graph വരയ്ക്കാം. Next question. Draw graph showing variation of photoelectric currents with the collector plate potential for different frequencies of incident radiation. Same page the graph. ഈ ഗ്രാഫ് വരയ്ക്കാം. നെക്സ്റ്റ് ഒരു ഗ്രാഫും കൂടി. ഡ്രോ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. പേജ് നമ്പർ 392. ഈ ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ.